ആഗോളതലത്തിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനമായി കേരളം മാറി വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ തന്നെയും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടല്ലേ, പിന്നെയും എങ്ങനെയാണ് കോവിഡ് നമുക്കിടയിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്കൊക്കെ നമ്മൾ ചെന്നെത്തുമോ? വിശദമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കൊറോണ ഈസ് ബാക്ക്, കോവിഡ് ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തലക്കെട്ടുകൾ പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതായിട്ടൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതെ, ഇത്തരം ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. കോവിഡ് കേസുകൾ ഗ്ലോബലി തന്നെ കൂടുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്, നമ്മൾ 2 വാക്സിൻ കഷ്ടപ്പെട്ട് വരി നിന്നിട്ടൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ളതാണ്. ചിലരൊക്കെ ക്യാഷ് കൊടുത്തിട്ട് പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ പോയിട്ട് ഈ ഒരു കോവിഡ് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്. പക്ഷേ എന്നിട്ട് കൂടെ പിന്നെയും എന്താണ് ഈ കോവിഡ് നമുക്കിടയിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നത്, വലിയ തോതിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇനിയും നമ്മൾ കോവിഡിനെ പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് തീർച്ചയായും ശ്രമിക്കുക. ഇനി നിലവിലെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ കേസുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആകെ മൊത്തം 1009 ആക്റ്റീവ് കേസുകളാണ് ഇന്ന് മെയ് 26-ാം തീയതി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇതൊരു പ്രതിഭാസമുണ്ടോ, കോവിഡ് കേസുകൾ റൈസ് ചെയ്യുന്നുണ്ടോ, കൂടുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള കോവിഡ് കേസുകൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിംഗപ്പൂർ, ജപ്പാൻ, വിയറ്റ്നാം, മലേഷ്യ, സൗത്ത് കൊറിയ, തായ്ലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയും കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അടുത്തതായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ഗ്ലോബലി കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ആസ് യൂഷ്വൽ ലോകത്ത് എവിടെയും എന്തൊരു സാധനം ഉണ്ടെങ്കിലും മലയാളി അത് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ കാര്യത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ 430 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് മഹാരാഷ്ട്ര, ഡൽഹിയൊക്കെയാണ് വരുന്നത്. 209, 104 കേസുകളൊക്കെയാണ് ഇവിടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം കേസുകൾ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളൊക്കെ തന്നെ യാതൊരു മറയും കൂടാതെ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത്രയ്ക്ക് ട്രാൻസ്പെറൻസി നമുക്ക് കാണാൻ സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ പലപ്പോഴും അവിടെ കോവിഡ് കേസുകളൊക്കെ തന്നെ കുറയുന്നതായിട്ടൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഒക്കെ തന്നെ ചില സംസ്ഥാനങ്ങൾ ഒരുപാടധികം കോവിഡ് മരണങ്ങൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് കോവിഡ് കേരളത്തിൽ ഇത്രയധികം കൂടുതലായിട്ടുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് വൈറസാണ് ഇപ്പോൾ ഈ പടർന്നുകൊണ്ടിരിക്കുന്നത്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒമിക്രോൺ JN1, അതുപോലെ തന്നെ LF7, NB1.8, NB1.8.1 എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ വേരിയൻസ് ആണ്, കൊറോണ വൈറസിൻ്റെ തന്നെ ഈ വേരിയൻസ് ആണ് ഇപ്പോഴുള്ള ഗ്ലോബലിയുള്ള ഈ ഒരു സ്പൈക്കിന് കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കോവിഡ് കേസുകൾ കൂടുതലായിട്ട് ഉയരാനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത്. ഇനി ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണോ? നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ലോകം വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്കൊക്കെ പോകുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒക്കെ ബയോളജിക്കലി ആയിട്ടുള്ള ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ വൈറസിൻ്റെ കാര്യത്തിലേക്കൊക്കെ തന്നെ നോക്കുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ, പൂർണ്ണമായിട്ടും നശിക്കാത്ത രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവയുടെ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വിശദീകരിക്കാം. അത്തരം ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ വൈറസിൻ്റെ ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള വേർഷനെയാണ് നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നത്. 2019, 20, 21, 22 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ അതിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി എല്ലാം തന്നെ വാക്സിനുകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കോവിഡ് വേരിയൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളതിനെ തരണം ചെയ്യാനായിട്ട് തയ്യാറാണ്. അതിനാലൊക്കെ തന്നെയും നിലവിലുള്ള ഈ വേരിയൻസ് ഒക്കെ തന്നെയും മനുഷ്യകുലത്തിനിടയിലൂടെ കടന്നു പോകുമ്പോൾ അതാരെയും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നോക്കുന്ന രീതിയിൽ തന്നെ കോവിഡ് കേസുകൾ ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ
വിധത്തിൽ കൂടുന്നുണ്ട്. പക്ഷേ ആരും തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും വീട്ടിൽ ചികിത്സകളിലൊക്കെ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ഗുരുതര പ്രശ്നങ്ങളിലേക്കോ മരണങ്ങളിലേക്കോ ഒന്നും തന്നെ ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള ഈ കോവിഡ് കേസുകളൊന്നും തന്നെ നീങ്ങിയിട്ടില്ല. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കോവിഡ് സ്പ്രെഡ് ആകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല എന്ന് ചുരുക്കം. പക്ഷേ എങ്കിൽ കൂടെയും WHO ഒക്കെ തന്നെ ചെറിയൊരു മുൻകരുതലുകൾ എടുക്കുക എന്ന രീതിയിലൊക്കെ തന്നെയും അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് പബ്ലിക് പ്ലേസുകളിലേക്കൊക്കെ തന്നെ നമ്മൾ പോകുന്ന അവസരത്തിൽ അവിടെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, പറ്റുമെങ്കിൽ മാസ്ക് ധരിക്കുക, അതുപോലെ കൈകൾ വാഷ് ചെയ്യുക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കോവിഡുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളൊക്കെ തന്നെയും എടുക്കാൻ വേണ്ടിയിട്ട് WHO ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവനും നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെ കോവിഡിൻ്റെ കൂടെ ജീവിക്കണമെന്നൊരു കാര്യം. അപ്പം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത വേരിയൻറ്റുകളായിട്ട് നമുക്കിടയിൽ തന്നെ ഈ കൊറോണ വൈറസ് അങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഇനിയുള്ള കാലം മുഴുവനും ഇതിൻ്റെ കൂടെ അങ്ങനെ ജീവിച്ചാൽ മതിയാവും. ഇപ്പം അതിൽ തന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ 1918 കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും സ്പാനിഷ് ഫ്ലൂ വലിയ തോതിൽ തന്നെ പടർന്നിട്ടുണ്ടായിരുന്നു. H1N1 അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എ വൈറസൊക്കെയാണ് ഇതിന് കാരണമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സ്പാനിഷ് ഫ്ലൂ കാരണമായിട്ട്, അതിൻ്റെ ഒരു സിവിയറിറ്റി കാരണമായിട്ട് ഏറെക്കുറെ 5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അന്ന് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഒരു വൈറസിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട്, നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലൂടെയൊക്കെ ആയിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് അത്രയും സിവിയറിറ്റി ഉണ്ടായിരുന്ന, അത്രയും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറസ് ഇന്ന് നമ്മുടെ ഉള്ളിലൊക്കെ തന്നെയും ജസ്റ്റ് ഒരു സീസണൽ ഫ്ലൂ എന്ന രീതിയിലേക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് കൊറോണ വൈറസും നമുക്കിടയിൽ ഇന്ന് ഉള്ളത്, നമുക്കിടയിൽ നമ്മുടെ ശരീരത്തിലൂടെ ഒക്കെ തന്നെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് യാതൊരു വിധത്തിലുള്ള ഭയവും ഇവിടെ ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഒന്ന് ജാഗ്രത പുലർത്തുകയാണെങ്കിൽ നല്ലതാണ് എന്ന രീതിയിൽ വ്യത്യസ്ത വൃത്തങ്ങളൊക്കെ തന്നെയും അറിയിക്കുന്നത്. ഇനി ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ നിന്നും വന്നിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ഇതിനോടകം തന്നെ നെസൽ വാക്സിൻസ് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഭാരത് ബയോടെക്കിൻ്റെ നേതൃത്വത്തിൽ പോലും ഇൻകോവാക് എന്ന പേരിൽ ഒരു നെസൽ വാക്സിനൊക്കെ നമ്മൾ പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മളൊരു പ്രൈമറി വാക്സിൻ എടുത്തതിന് ശേഷം ഒരു ബൂസ്റ്റർ വാക്സിൻ എന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു നെസൽ വാക്സിൻ്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് വർക്ക് ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ കൊറോണ വൈറസൊക്കെ തന്നെയും നമ്മുടെ റാസ്പിറേറ്ററി ഓർഗൻസിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. സോ അത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു നെസൽ വാക്സിൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ആ ഒരു വഴിയെ തന്നെ, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റിനെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു വൈറസിനെ നമ്മുടെ ഈ ഒരു വാക്സിൻ തടഞ്ഞു വെക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റോഡ് വേണ്ടപ്പോഴാണ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹി കാണും. കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ട കൊറോണ കേസുകൾ കൂടുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കൊക്കെ തന്നെയും ഇതിലൂടെ നിങ്ങൾക്കൊരു വിരാമം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരു രത്നച്ചുരുക്കം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൊറോണ കേസുകൾ കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട്. അതെ, ഒരു വാസ്തവമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു വൈറസ് നമ്മളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിൻ്റെയും ഉത്തരം യെസ് ഉണ്ട്, സാധ്യതകളുണ്ട്. സാധ്യതകൾ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ള ചോദ്യം. ഇത് നമുക്കൊരു ഗുരുതര പ്രശ്നമായിട്ട് മാറുമോ, ഒരു ലോക്ക്ഡൗൺ രീതിയിലേക്കൊക്കെ തന്നെ മാറുമോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നോ, ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. അപ്പം വലിയ തോതിലുള്ള ആശങ്കകൾക്ക്, ഭയത്തിന് ഒന്നും തന്നെ ഇവിടെ യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല, ആവശ്യകതകളില്ല. അപ്പം ഈ പബ്ലിക് സ്പേസിലൊക്കെ തന്നെയും പോകുന്ന അവസരത്തിലൊന്ന് സൂക്ഷിച്ചാൽ നല്ലതെന്ന രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഈ കോവിഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെയും വളരെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പലപ്പോഴും നിങ്ങളിൽ പല ആളുകളും കമൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ടോപ്പിക്കുകളൊക്കെ തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ തന്നെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളാണല്ലോ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ കൂടുതലായിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സെപ്പോഴും കടന്നു പോകുക ആ ഒരു 2019-20 കാലഘട്ടത്തിലൂടെയാണ്. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചൈനയിലൊരു പുതിയ വൈറസ് ഉണ്ട് അത്ര, അവിടെ മുഴുവൻ അടച്ചു പൂട്ടിയിട്ടുണ്ട് അത്ര എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക, ഒരു
വലിയൊരു കൗതുകത്തോട് കൂടിയിട്ടാണ് ഞാൻ അന്നത്തെ ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം വലിയൊരു കാലഘട്ടം വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരുപാട് കാലം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു വലിയ തോതിലുള്ളൊരു മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെ ഈ കൊറോണ വൈറസ് കാരണമായിട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈവൻ നമ്മൾ സോഷ്യലി പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പോലും വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം, ഒരു കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിന് മുമ്പേ ചിന്തിച്ചിരുന്നത് പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചിന്തിക്കുന്നത്. ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് പലപ്പോഴും അവരുടെയൊക്കെ ചിന്തകൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെയധികം ആശ്ചര്യത്തോടു കൂടെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. സോ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ ഒരുപാടധികം പുതിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഈ കൊറോണ വൈറസ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം നഷ്ടങ്ങളും കൊറോണ വൈറസ് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിനൊക്കെ തന്നെയും തരണം ചെയ്തു. ഇനിയും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടെ തന്നെ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ തന്നെ അവിടെ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.